ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രേണു സുധിയും സദാചാര സമൂഹവും എന്തപ്പത്തിൽ പറയാം. നമുക്കിതിന് വളരെ സിമ്പിളായിട്ട് എടുക്കട്ടോ. രേണു സുധീനെ കുറ്റം പറയണ ട്രോൾ ചെയ്യുന്ന ആളുകൾ, ട്രോള് വിട്, രേണു സുധീനെ കുറ്റം പറയുന്ന ടീംസ് ആളുകൾ പൊതുവേ ഇങ്ങനെയുള്ള ആളുകളാണെന്നാണ് നിങ്ങൾക്ക് തോന്നണത്. ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നണ കുറച്ച് കാര്യങ്ങളോട് പറയണമെന്ന് മാത്രം. ദയവിത് ആരും എന്നെ തെറി വിളിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അതിപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു സാധനമല്ല, ഈ വീഡിയോ കാണുന്ന ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയണതല്ല. അപ്പോൾ നമ്മൾ പൊതുവെ ആളുകളുടെ ഒരു കമൻറ്റുകൾ ഒക്കെ കണ്ടിട്ട് അതൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നോക്കാം. അതിലെ ഒന്നാമത്തെ ടൈപ്പ് കുലസ്ത്രീകൾ. എനിക്ക് തോന്നണത് കുലസ്ത്രീകൾ അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ അവരിങ്ങനെ പറയില്ലേ, എൻ്റെ ഭർത്താവ് പറയുന്ന പോലെ ഭർത്താവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന കുലസ്ത്രീ നമ്മളെ ടീംസിൽ. ഇവർ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കുറേ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകളും പല ഉടായ്പകളും പലതും ഉണ്ടായിരിക്കും. പക്ഷെ ഇവരിതൊക്കെ ഐഡിയ വെച്ചിട്ട് പുറത്തെങ്ങനെയായിരിക്കും അറിയാം. അതായത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മറ്റുള്ളവരെ കൊണ്ട് എന്ത് ഡീസൻ്റായ ആളില്ലേ അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. നമ്മളങ്ങനെ കുറേ സിനിമകളിൽ നിങ്ങളുടെ ടീംസിന് കണ്ടിട്ടുണ്ട് അല്ലേ. അത് മോശമെന്നല്ല, അവരുടേതായ ലൈഫ് അങ്ങനെ ജീവിക്കണം, എന്തോ ആയിക്കോട്ടെ. ഈ ടീംസാണ് കൂടുതലും രേണു സുധീനെ കുറ്റം പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അതന്നെ, ഇപ്പോൾ നമ്മൾ പറയൂലേ, രേണു സുധീനെ പോലെ ആവരുത്, എനിക്കെൻ്റെ ഭർത്താവിന് ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ചേട്ടായി, അങ്ങനെ പറയുന്ന ടീംസ്. പിന്നെ ഇതിൻ്റെ അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്, വീട്ടിലിരുന്ന വിധവയായ ഒരുത്തി കോപ്രായം കാണിച്ചിടക്കണു, എന്താ അവളുടെ ഡ്രസ്സ് കണ്ടില്ലേ, സദാചാരക്കാർ. കുലസ്ത്രീകളുടെ ആവ്, അതേപോലെ ഒരു സദാചാര കൂടി കയറി വരുമ്പോഴുള്ള സാധനമുണ്ടല്ലോ, കുറച്ചുകൂടി ഒരു ഹൈ ക്ലാസ് ലെവലിലാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ടീംസ്, സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ കുറച്ചുകൂടി ഹയർ ലെവലിൽ നിൽക്കുന്ന ടീംസാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അങ്ങനെ കുറച്ച് ടീംസ്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ചില ടൈപ്പ്, അങ്ങനെ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ, അങ്ങനെയല്ല പറയണേ, ചില പ്രത്യേക ടൈപ്പ് എന്താ പറയുക, വിധവകൾ. അതായത് അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കിങ്ങനെ പുറമേ നല്ല വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ നല്ല രസമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കില്ല. കാരണം അവർക്ക് വീട്ടുകാരെ പേടിയായിരിക്കും, മക്കളെ പേടിയായിരിക്കും, അല്ലെങ്കിൽ ഏട്ടനെ, ചേച്ചീനെ, അനിയത്തിനെ, ഇവരൊക്കെ അയ്യോ അവരെന്താ വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുന്ന ടീംസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ പൊതുസമൂഹം എന്താ വിചാരിക്കുക, അയൽപ്പക്കക്കാരെന്താ വിചാരിക്കുക, മാമൻ എന്താ വിചാരിക്കുക, മറ്റുള്ളവരെന്താ വിചാരിക്കുക, ജോലി സ്ഥലത്തുള്ള ആളുകൾ എന്താ വിചാരിക്കുക, ഇങ്ങനെ ഇറുകി പിടിച്ച് ജീവിക്കുന്ന ടീംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്കായിരിക്കും ഇതിനെ മൊത്തം പൊളിച്ചുകൊണ്ടാണ് ഒരുത്തി എന്താണ് ഡാൻസ് കളിക്കണു, പാട്ട് പാടണു അല്ലേ. അപ്പോൾ ഇവർക്കിത് പാട്ടും കൂത്തായിട്ട് നടക്കുകയാണ്, ആ ചെക്കന് ചോറ് വാരി കൊടുക്കുകയാണ്, എന്ത് തോന്നിയാസാണ് കാണിക്കണത്, മറ്റവനെ കെട്ടിപ്പിടിക്കണു, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കയറി വരും അല്ലേ. അതായത് അസൂയ, കുശുമ്പ്, ഈ അസൂയും കുശുമ്പൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു തരം വെറുപ്പിലേക്കും ഇറയിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു സംഗതി ആയിരിക്കാം. വേറെ ടൈപ്പ് ആളുകൾ പറഞ്ഞാൽ ഫേക്ക് കമൻറ്റോളീസ്. അതായത് അവർക്ക് ചുമ്മാ ഒരാളിങ്ങനെ കുത്തുക. പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഒരു മൊത്തം ഒരു 100 പേരെടുക്കുക. ഈ 100 പേരിൽ 90 പേരും ഒരാളെ രേണു സുധീനെ ഇങ്ങനെ വിമർശിക്കുകയാണ് വിചാരിക്കുക, അതിൻ്റെ കൂടെ കൂടും, എന്നിട്ട് അങ്ങോട്ട് കമൻറ്റ് അങ്ങനെ തന്നെ. അപ്പോൾ ഇവരൊരു ടീമായി മാറും. ഫേക്ക് ആയിട്ടുള്ള കമൻറ്റോളീസ്. ഇവർക്ക് സ്വന്തം പേരോ അല്ലെങ്കിൽ സ്വന്തം ഒരു ഐഡൻറ്റിറ്റിയിൽ പ്രൊഫൈലോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങോട്ട് ചുമ്മാ തള്ളു തന്നെ, ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഫേക്ക് കമൻറ്റോളീസ്, ചുമ്മാ ട്രോള്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ. പിന്നെ എക്സ്ട്രീം ലെവലിലുള്ള നമ്മളെ അങ്ങനെ പറയുന്നതല്ല, എക്സ്ട്രീം ലെവലിൽ ഇങ്ങനെ ആവണം, ഫാമിലി ലൈഫ് ഇങ്ങനെ ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന ടീംസ് ഉണ്ടല്ലോ ഇവർ. അതായത് ഇവർക്ക് ഇതിനെ എങ്ങനെയെങ്കിലും പൊളിച്ച് പുറത്ത് കിടക്കണം, സമാധാനത്തോടു കൂടി ഫാമിലിയെ പൊളിക്കണം എന്നല്ലട്ടോ ഞാൻ പറയുന്നത്, സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി സ്വന്തം ജീവിതം നയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടീംസ് ആയിരിക്കാം, ഫേക്ക് കമൻറ്റോളീസ് ആയിരിക്കാം, അവരും ആയിരിക്കാം. പിന്നെ വേറെ ഉണ്ട് ക്രിമികടിയുള്ള കുറച്ച് ആണുങ്ങൾ, വളരെ ക്രിമികടിയുള്ള ആണുങ്ങൾ. അതിപ്പോൾ എന്താ പറയുക, അതായത് എൻ്റെ ഭാര്യ എൻ്റെ കീഴിലായിരിക്കണം, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, എൻ്റെ കാന്താരിമണിയായിരിക്കണം, എനിക്ക് വേണ്ടി അവൾ ചിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ മാത്രമേ അവൾ മനസ്സിൽ വിചാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടീംസ് ഉണ്ടാവില്ലേ. ഇങ്ങനെയുള്ള ആളുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർ കലിപ്പന്മാർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ളത്. അപ്പോൾ അവർക്ക്
ഒരു പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം, ഒരു പെണ്ണത് ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കണം, അവളത് എന്താ പറയുക ഭർത്താവ് മരിച്ചിട്ടും അവളത് പുറത്തിറങ്ങി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, ചെക്കന്മാരെ കൂടെ ഇതൊന്നും ഇവർക്ക് സഹിക്കൂല ഈ ഒരു സംഗതി. അതായത് ഇവർക്ക് സഹിക്കൂല എന്ന് പറയാൻ പല കാരണം ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ അല്ല വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാര്യ അങ്ങനെ ആവണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലായിരിക്കും. കാരണം അങ്ങനെ ഇവർ പറയുന്നത് ഫുള്ള് അനുസരിക്കില്ലല്ലോ എന്നുള്ള പേടിയായിരിക്കും. വേറൊരുത്തരെങ്ങാനും വളഞ്ഞു പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും. നമുക്കറിയാലോ സ്ലട്ട് ഷെയിം എന്ന് പറയുന്നത്, സ്ലട്ട് ഷെയിം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ വലിയൊരു ആയുധമാണ് പല എണ്ണാമണങ്ങന്മാർക്കും മിണുങ്ങികൾക്കും. അതായത് ഒരുത്തി അങ്ങനെ പോകുമ്പോൾ അവൾ പോക്ക് കേസാണ് എന്നൊക്കെ ചിന്തിക്കണം. അങ്ങനെ കണ്ട് വരുത്തി തീർക്കണം. കണ്ടടാ അവളെ പോകണ്ട, മറ്റവൻ്റെ കൂടെ കണ്ടെങ്കിൽ മറ്റോടെ ഡ്രസ്സ് കൊടുക്കണുണ്ടോ, ഗിഫ്റ്റ് കൊടുക്കണുണ്ടോ, അത് ചെയ്യണുണ്ടോ, അവനോട് സംസാരിക്കണോ, അവർ തമ്മിൽ എന്തോ ഉണ്ട് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം. ഇങ്ങനെ നമ്മൾ നാട്ടിൻപുറത്ത് കാണണതാണിത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ മലയാളി ആളുകൾക്ക് പൊതുവേ ഈ ഒരു സാധനമുണ്ട്, ക്രിമികടി ഇങ്ങനൊരു സാധനം. അപ്പോൾ അങ്ങനെയുള്ള ആണുങ്ങളായിരിക്കും. പിന്നെ ഈ അമ്മാവൻ വൈബുള്ള കുറേ ടീംസ് അവരെന്താ കാര്യം എന്ന് വെച്ചാൽ അവർ ജീവിതം ഒക്കെ കഴിഞ്ഞ് ജീവിതം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ജീവിതം എങ്ങനെയാണ്, ഭർത്താവ് എങ്ങനെയാണ്, ഭാര്യ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവർ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവരുടെ എത്തിക്സും സാധനങ്ങളൊക്കെ ഇത് വെച്ചിട്ട് എന്താ സമൂഹം പോണില്ലേ, സമൂഹം നശിച്ചു പോയി, പെണ്ണുങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യുക, ഇങ്ങനെ ഇതിൽ മതവും ജാതിയും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ആളുകൾ അമ്മായി വൈബുള്ള ടീംസ് അങ്ങനെയുള്ള കുറേ ടീംസായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് പൊതുവേ എന്താ പറയുക രേണുസുധീനെ ഭയങ്കരമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത ആളുകളെ മൊത്തം അടച്ചാക്ഷേപിക്കുക അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് പൊതുവേ വരുന്ന ഈ കമൻറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ ആളുകളുടെ അവർ ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. രേണുസുധീനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കുറേ ന്യായീകരണങ്ങളൊക്കെ പറയൂലേ. നേവലി കാണിച്ചു ഒരാളുടെ ന്യായീകരണം, അവൾ നേവലി കാണിച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങളങ്ങോട്ട് നോക്കിയോണ്ടല്ലേ ഇത് കണ്ടത്. ഇനിയിപ്പോൾ അഥവാ ശരി നിങ്ങൾ അതിന് വേണ്ടി നോക്കാണ്ട് നിങ്ങൾ കണ്ടു തന്നെ വിചാരിക്കുക. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നൊക്കെ അല്ലേ നിങ്ങൾ കണ്ടത്, അല്ലാണ്ട് സാധാരണ രീതിയിൽ അവർ എങ്ങനെ കാണിച്ചിറക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ ചിലവർ പറയുന്നത് വെച്ചാൽ അവൾ ആ ചെക്കന് ചോറ് വാരി കൊടുത്തു പറഞ്ഞാൽ പ്രതീക്ഷിച്ച് രേണുസുധി ചോറ് വാരി കൊടുത്തതിൻ്റെ കാര്യം പറയുന്നത്. അത് അവർ വീഡിയോ കോൾ ചെയ്തിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഭാര്യയ്ക്ക് ഭർത്താവ് പ്രതീക്ഷിച്ച് കെട്ടി കൊടുക്കും. അതേപോലെ പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്, ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല, ഞങ്ങൾ ചേച്ചീനെ പോലെ കരുതണമെന്നൊക്കെ പറയും. പിന്നെ ഈ നാട്ടുകാർക്കാണ് വിഷയം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കുറ്റം പറയുന്ന ആളുകൾക്ക് അവർക്ക് ഒരാൾക്ക് ചോറ് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ഈ പറയുന്ന വേറൊരു ടൈപ്പ് മനുഷ്യരും കൂടി കിട്ടും. ഞാനത് പറഞ്ഞപ്പോഴേക്കും ഓർമ്മ വന്നു. അപ്പോൾ അവർക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ചോറ് കൊടുക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവരെന്ന് വാരി കഴിക്കാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരെ കെട്ടിയവൻ്റെ മുന്നിൽ നിന്ന് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ റിലേറ്റീവ്സിനെ പൊടിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം, അതിൻ്റെ ഒരു കുശുമ്പായിരിക്കാം ഒരു പക്ഷേ. പിന്നെ വേറെ കുറേ ടീംസ് ഉണ്ട് വളരെ ഐഡിയലായിട്ട് ജീവിതത്തെ നോക്കി കാണുന്നവർ. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഭാര്യയാവാനാണ് എനിക്ക് ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ ജീവിക്കുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ടീംസ്. അവൾ അങ്ങനെ ഡ്രസ്സ് ഇടുന്നത് പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഭക്ഷണം വാരിക്കൊടുത്ത് തെറ്റാണ്, അങ്ങനെ പറയുന്ന കുറച്ച് ടീംസ്. അതായത് ഒരു കുലസ്ത്രീ കൂട്ടത്തിൽ അങ്ങനെ പെടുത്താൻ പറ്റില്ല. അവർ സാധാരണയായിട്ടുള്ള ജീവിക്കണവരോ അല്ലെങ്കിൽ നല്ല മോറൽ വാല്യൂസൊക്കെ കീപ്പ് ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുമ്പോഴുള്ള വിഷയമുണ്ടല്ലോ. അത് വേറെ ചില ടീംസ് ഉണ്ട്. അതായത് അവർക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ ഈ വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ സാമ്പത്തിക കാശുണ്ടാക്കുക, അധ്വാനിച്ച് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നൊക്കെ ഒരു സാധനമല്ലോ. ഇവരിതൊന്നും അല്ലാണ്ട് കെട്ടുവാൻ്റെ ചിലവിലാണ് ജീവിക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലിക്കും ചിലപ്പോൾ ഉണ്ടാവില്ല, മുമ്പ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പോകാത്ത അവസ്ഥ എന്തെങ്കിലുമായിരിക്കും. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടോ ഞങ്ങളുടെ കുടുംബത്തെ നോക്കി, ഭർത്താവിനെ നോക്കി, കുട്ടികളെ നോക്കി വീട്ടിൽ ഒതുങ്ങിയിരിക്കണം, ഇവളതാ ജോലിക്ക് പോയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടണത് തോന്നിയാസം അല്ലേ, ആ ചെക്കന്മാരുടെ കൂടെ നടക്കണത്. ഈ ഒരു സാധനം ഉണ്ടോ, ഈ ഒരു സംഗതി ഉണ്ടാവില്ലേ. അതായത് ജോലിക്ക് പോകുമ്പോൾ കുടുംബത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു സമയം കുറയുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനൊരു ന്യായം വരുത്തി തീർത്ത് വീട്ടിലിരിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും. അവർക്കും ആയിരിക്കും അത്. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ കണ്ട കുടുംബത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും, ഇവിടെ എന്താ കാണിക്കണത്, അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്തോടെ. അപ്പോൾ ഇവർ പ്രശ്നം ഒന്ന് സദാചാരം, ആ ചെക്കന്മാരുടെ കൂടെ നടക്കണത്, പിന്നെ അവർ ഡ്രസ്സ് ചെയ്തില്ല അങ്ങനെ പറഞ്ഞത്, പിന്നെ ഉള്ള ഹാപ്പി ആയിരിക്കണത്. ചില സാഡിസ്റ്റുകൾ എങ്ങനെയാണ്, ഒരാൾ ഹാപ്പി ആയിരിക്കണത് ഇവർക്ക് പിടിക്കില്ല, അങ്ങനെയുള്ള ടീംസും ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിലെ ആളുകൾ ഇങ്ങനെയുള്ള എന്താ പറയുക
ഒരാളെ അടച്ചാക്ഷേപിക്കുന്ന ടീംസൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വഴി റാൻഡമായിട്ട് വരുന്ന കുറേ ടീംസൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവരും എല്ലാ കാലത്തും ഒരേപോലെ ആവുമെന്ന് നിർബന്ധം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ഈ പ്രാന്തതര സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഇതാണ്, ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർത്തിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒരാൾ ചെയ്ത നന്മകളൊക്കെ അവഗണിച്ചുകൊണ്ട് അയാൾ ചെയ്ത ചെറിയൊരു തെറ്റുണ്ടെങ്കിൽ അതിനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ ചെയ്ത നന്മ ഒന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അയാൾ ചെയ്ത നന്മ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയ ഇപ്പോൾ രേണുസുതി കുടുംബം നോക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, അവിടെ അച്ഛന് വയ്യാന്ന് പറയുന്നുണ്ട്, അച്ഛന് ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വയസ്സായ അവരെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ വില പോകില്ല. അതിനെക്കുറിച്ചൊന്നും അധികം ആരും സംസാരിച്ചു കണ്ടില്ല. ഈ കുറ്റങ്ങൾ പറയുന്ന ടീംസ് എന്താ ഇതൊന്നും പറയാത്തത്? ഇവർ മൊത്തം ഇങ്ങനെ അയ്യോ ചില യൂട്യൂബേഴ്സിൻ്റെയൊക്കെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാലും അവളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവൾക്ക് മാന്യമായ ജോലി ചെയ്തോടെ. അതെന്താ ഈ ആക്ടിങ് എന്ന് പറയുന്നത് മാന്യമായ ജോലിയല്ലേ? എന്താ ഉദ്ദേശിക്കണത്? അപ്പോൾ ഇതിന് ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണ് എന്നൊരു ചിന്ത പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടേ അല്ലേ? നാളെ എനിക്ക് വന്നത് എന്തെങ്കിലും അഭിപ്രായം. അപ്പോൾ ശരി ഗൈസ്, എന്താണ് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.